ലോകമെമ്പാടുമുള്ള മലയാളി ഫുട്ബോൾ പ്രേക്ഷകരെ സ്വാഗതം ചെയ്യുന്നു. വെൽക്കം. വിജയത്തിന്റെ തണൽ തേടി ഇതാ വീണ്ടും ഒരിക്കൽ കൂടി സ്റ്റേഡിയത്തിലേക്ക് സ്വാഗതം ചെയ്യുകയാണ്. ഗോവയുടെ ടച്ചോടുകൂടി ഈ മത്സരത്തിന് തുടക്കമായിരിക്കുന്നു. അതിവേഗം അങ്ങോട്ടും ഇങ്ങോട്ടും രൂപം മാറാവുന്ന ഒരു ഫ്ലെക്സിബിൾ ഫോർമേഷനാണ് കാത്തിരിക്കുന്നത് ഈ സീസണിലെ പ്ലേ ഓഫ് ക്വാളിഫിക്ക്. തുടർച്ചയായ മൂന്നാം ക്രോസ് ഫ്രീ ബോൾ. മിസ് പാസ്സാണ് അവിടെ. വീണ്ടും ഒരു ചാൻസ്. കളിയുടെ 4ാമത്തെ മിനിറ്റിൽ തന്നെ ലക്ഷ്യം കാണുകയാണ്. ഡയഗണൽ ബോൾ റൈറ്റ് സൈഡിലേക്ക് ഒരു ഫോർവേഡ് ബോൾ നൽകാൻ ശ്രമം. അദ്ദേഹം തന്നെ ആ ബോൾ വീണ്ടും റീഗെയിൻ ചെയ്യുന്നു. റൈറ്റ് സൈഡിലേക്ക് തന്നെ കൃത്യമായി ഇറക്കി. പാസ് പോകുന്നു. ഒരു പരിശ്രമം. ബ്രില്യന്റ്. സൈഡിലേക്ക് നൽകാനുള്ള ശ്രമം. നല്ലൊരു ചാൻസ് ആയിട്ടാണ്. വളരെ വളരെ കാം ആൻഡ് കൂൾ ആൻഡ് പരങ്കാണെങ്കിൽ നമുക്ക് ഒന്ന് പറഞ്ഞു തീർക്കാം. യെല്ലോ കാർഡ് കാണിക്കുന്നത് അനുകൂലമായ കൂടി കിട്ടുകയാണ്. ആൻഡ് യെല്ലോ കാർഡ്. ക്ലിയറൻസുകൾ നന്നായിട്ട് ക്ലിയർ ചെയ്യണം. ക്ലിയറൻസ് മിസ് വരുത്തരുത് എന്നുള്ള കാര്യം എപ്പോഴും ഓർമ്മപ്പെടുത്തേണ്ടി വരുന്നു. നല്ലൊരു ചാൻസ് ആയിട്ടാണ്. ോടുകൂടി ഇടവേള വിസിലും മുഴങ്ങുകയാണ്. രണ്ടാം പകുതിയിലേക്ക് ഫുട്ബോൾ മലയാളത്തിന് സ്വാഗതം ചെയ്യുന്നു. മത്സരം രണ്ടാം പകുതിയിലേക്ക് കടക്കുന്നു. വിങ് മാറിയിട്ടാണ്. സെന്ററിലേക്ക് വരുന്നത്. നല്ലൊരു ചാൻസ് ആയിട്ടാണ്. രണ്ടാം പകുതിയിൽ കുറച്ചുകൂടി മെച്ചപ്പെട്ട പ്രകടനം നടത്തുന്ന ഒരു ടീമാണെന്ന് ഈ കണക്കുകൾ നമ്മളെ കാണിക്കുന്നു. അതിനിടയിൽ മിഡ്ഫീൽഡാണ് ഈ യെല്ലോ കാർഡ് വാങ്ങുന്നത്. വിങ് മാറിയിട്ടാണ്. ഫുട്ബോളിന്റെ ഏറ്റവും സുന്ദരമായ നിമിഷങ്ങൾക്കൊന്നിതാ സാക്ഷ്യം വഹിക്കുകയാണ്. റെയിൻബോ, 7 നിറങ്ങളുള്ള റെയിൻബോ പോലെ, മഴവില്ല് പോലെ 7 നിറങ്ങളുള്ള മഴവില്ല് തീർക്കുന്നു. യെല്ലോ കാർഡ് വെളിയിൽ എടുത്തിരിക്കുന്നു. ഇവിടെ എഴുന്നേറ്റ് വരാൻ കാത്തിരിക്കുകയാണ് റഫറി. എനിക്ക് തോന്നിയത് കൈ ഉയർത്തിപ്പോ കയ്യിൽ തട്ടി. അതിനാണ്. സോ സെക്കൻഡ് യെല്ലോ on Inzija out. ശരിക്കും പറയുകയാണെങ്കിൽ ഒരു ഫൗളാണ്. യെല്ലോ കാർഡ് വെളിയിൽ. ആദ്യ പകുതിയിൽ ഒരു യെല്ലോ കാർഡ് കണ്ടതാണ്.
ഒരു സെറ്റ് പീസിൽ നിന്നും ഒരു സുന്ദരൻ ഗോൾ നേടാനുള്ള അവസരം നഷ്ടമാവുകയാണ്. മുന്നേറ്റമാണ് വലുതും നല്ലൊരു കട്ട് ബാക്കാണ് ബോക്സിനകത്ത്. ഇത്തവണ ഇത് 4ാമത്തെ ഗോളായി മാറുന്നത് കൂടി കുറിക്കപ്പെടുകയാണ്. 1-നെതിരെ 4 ഗോളുകൾക്ക് മുന്നിൽ. ഏറ്റവും കൂടുതൽ ഫൗളുകൾ വരുന്നത് ഇദ്ദേഹത്തിൽ നല്ലതായിരിക്കും. ഇന്നും വളരെ ഹെവി ആൻഡ് വീണ്ടും ഒരിക്കൽ കൂടെ കാണാം. ആദ്യ പകുതിയിൽ ഇതേപോലെ നേരെ പോസ്റ്റിലേക്ക് തന്നെയാണ് മർസീലിയ വിജയിച്ചുകൊണ്ട് എഗെയിൻസ്റ്റ് ഓൾ ഓഡ്സ് പ്രതിസന്ധി